വിശേഷിച്ച് എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ ചിന്തിപ്പാനായിട്ട് കഴിഞ്ഞ ദിവസം നമുക്ക് ഇടയായി തീർന്നത്, അല്ലെങ്കിൽ പ്രാരംഭമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാനിടയായി തീർന്നു. അതിനുള്ള ബന്ധത്തിൽ അല്പം ചില കാര്യങ്ങളിലൂടെ നമുക്കിന്ന് കുറച്ച് കാര്യങ്ങളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ദൈവവചനത്തിൻ്റെ കാതലാകുന്ന അടിസ്ഥാനപരമാകുന്ന വിഷയങ്ങളാണ് ചിന്തിക്കുന്നത്. ഇതുപോലെ ഒരു ലോക്ക്ഡൗൺ സിറ്റുവേഷനിലായിരുന്ന ഒരു ദൈവഭൃത്യനാണ് ഈ ലേഖനം എഴുതിയതെന്ന് നമുക്കറിയാം. റോമിലെ വാടകയ്ക്കെടുത്ത വീട്ടിൽ പാർത്തുകൊണ്ട് ബന്ധനസ്ഥനായിട്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വൻകൃപകളെ ഓർത്ത് ദൈവത്തിന് താൻ സ്തോത്രം ചെയ്യുന്ന കാഴ്ചയാണ് ഈ ലേഖനത്തിലൂടെ നമ്മൾ കാണുന്നത്. 2-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ട് അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പ്രകൃതിയാൽ മനുഷ്യൻ എന്താണ്, മാൻ ബൈ നേച്ചർ മനുഷ്യൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ആ 3 വാക്യങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ച വിഷയം, 1, മനുഷ്യൻ മരിച്ചു, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നമ്മൾ. 2, നമ്മൾ ലോകത്തിനും പിശാചിനും ജഡത്തിനും അടിമകളായി. അത് നമ്മൾ വായിക്കുന്നു. നമ്മുടെ അടിമത്വത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. 3, കോപത്തിന്റെ മക്കളായിരുന്നു, അല്ലെങ്കിൽ വി വർ കണ്ടംപ്ഡ്. ഈ 3 കാര്യങ്ങളാണ് ആ 3 വാക്യങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ട് കണ്ടത്. ആ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുവാൻ വേണ്ടി പ്രത്യേകിച്ച് ചിൽഡ്രൻ, ലിസൺ ടു മീ നൗ. I'll explain that 3 verses in 5 words. 5 words. Every word begins with the letter D, the alphabet D. ഇത് ഞാനൊരു കർത്താവിൻ്റെ ഭൃത്യനിൽ നിന്നും കേട്ടതാണ്. എനിക്കത് വളരെ പ്രയോജനമായിട്ട് തോന്നിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. 5 വാക്കുകൾ കൊണ്ട് ആ 3 വാക്യങ്ങളെ we can always remember that 3 verses. If you remember this 5 D's, 5 D ഓർത്തിരുന്നാൽ ആ 3 വാക്യങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. 1, ഡെഡ്. 1-ാമത്തെ വാക്ക് ഡെഡ്. അത് നമ്മൾ കണ്ടു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. Anybody who is not saved, who is not washed by the blood of Jesus, is dead in trespasses and sins. Dead in sin. 2-ാമതായിട്ട് ഡ്രിഫ്റ്റിംഗ്. അതാണ് നമ്മൾ കണ്ടത്. അവയിൽ നിങ്ങൾ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും, ഇംഗ്ലീഷ് ബൈബിളില് അത് എഴുതിയിരിക്കുന്നത്, ഒരു നിമിഷം ഞാൻ വായിക്കുന്നു. Ephesians chapter 2, in which you once walked എന്ന് പറഞ്ഞിരിക്കുന്നു. എങ്കിലും മറ്റൊരു ഭാഷാന്തരം അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: drifted along the streams of this world's ideas of living. Drifted, ഈ കാലഗതി അനുസരിച്ച് ഡ്രിഫ്റ്റിംഗ് along. ഡ്രിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാം, ഒഴുകിപ്പോവുക. ഒരു സ്ട്രീമിൽ ഒരു ചത്ത മത്സ്യം ആ സ്ട്രീമിന്റെ ഒഴുക്കിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും. It will drift along. It takes a living fish to swim against the current. It takes a living fish. So
ഒരു ജീവനുള്ള മത്സ്യത്തിന് മാത്രമേ ആ കറണ്ടിന്, ആ ഒഴുക്കിന്റെ എതിരെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഡെഡ്, ഡ്രിഫ്റ്റിംഗ്. അടുത്തത് നമ്മൾ അവിടെ വായിക്കുന്നത് ഡിസൊബീഡിയന്റ്. ഡിസൊബീഡിയന്റ് നമ്മളത് കണ്ടു. അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന്. അപ്പം 3 വാക്കുകൾ നമ്മൾ കണ്ടു: ഡെഡ്, ഡ്രിഫ്റ്റിംഗ്, ഡിസൊബീഡിയന്റ്. 4ാമത്തെ വാക്ക് ഡിബേച്ച്ഡ്. ഡിബേച്ചറി എന്നുള്ള വാക്ക് നമുക്കറിയാലോ. ഡിബേച്ച്ഡ്, അതാണ് നമ്മൾ കാണുന്നത്. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെടാത്ത ഒരാളിന്റെ ഒരു അവസ്ഥ ഇതാണ്. ഡിബേച്ച്ഡ് എന്ന് പറഞ്ഞാൽ വഷളത്വം, വഷളായിരുന്നു. 5ാമത്തെ വാക്ക് ഡെസ്റ്റിൻഡ്. ഡെസ്റ്റിൻഡ് ഫോർ വാട്ട്? ഡെസ്റ്റിൻഡ് ഫോർ wrath. കോപത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടവരായിരുന്നു. ഡെസ്റ്റിൻഡ്. അപ്പൊ 5 വാക്കുകൾ മറക്കരുത്. ഡെഡ് 1ാമത്തെ വാക്ക്, 2 ഡ്രിഫ്റ്റിംഗ്, ഡിസൊബീഡിയന്റ്, ഡിബേച്ച്ഡ്, ഡെസ്റ്റിൻഡ്. ഈ 5 വാക്കുകളാണ് ആ 3 വാക്യങ്ങളെ വിശദീകരിക്കുന്ന, ആ 3 വാക്യങ്ങളെ നമുക്ക് വിശദീകരിപ്പാൻ ഈ 5 വാക്ക് ഓർത്ത് വെച്ചാൽ മതി. എല്ലാ വാക്കും ഡി ഇല്ലാതെ തുടങ്ങുന്നത്. ഓക്കെ. അപ്പോൾ രക്ഷിക്കപ്പെടാത്ത എല്ലാ മനുഷ്യരും, അത് ഞാൻ നിങ്ങളോട് അത് സൂചിപ്പിക്കുകയുണ്ടായി, ഇൻക്ലൂഡിങ് പോള് തന്നെ കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ആദ്യം നിങ്ങൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ 3ാം വാക്യത്തിലേക്ക് അവരുടെ ഇടയിൽ നാം എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാ? പൗലോസ് തന്നെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. പൗലോസിനെ പോലെ ദൈവത്തിന്റെ ന്യായപ്രമാണം വളരെ കൃത്യതയോടെ പാലിച്ചു പോകുന്ന ഒരു മനുഷ്യൻ ഇല്ലായിരുന്നു. തന്റെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തോട് ഏറ്റവും കൂറു പുലർത്തിയ ഒരു മനുഷ്യനായിരുന്നു പൗലോസ്. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ താൻ എഴുതുന്നത് ഇങ്ങനെയാണ്: ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യനെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യർക്ക് ഒരു കുറ്റവും പൗലോസിന്റെ ന്യായപ്രമാണം അനുസരിക്കുന്ന ആ അനുസരണത്തിൽ ആർക്കും തന്നെ ഒരു കുറ്റം പറയാൻ ഇല്ലാത്ത മനുഷ്യനായിരുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? അപ്പോൾ നമ്മുടേതാകുന്ന അവസ്ഥ ഇതാ. ഔട്ട്സൈഡ് ഓഫ് ക്രൈസ്റ്റ് നമ്മൾ ഇങ്ങനെയാണെന്നാണ് ദൈവത്തിന്. വാട്ട് എവർ വി ഡു, നിങ്ങൾ ആരും ചിന്തിക്കരുത് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ദൈവമക്കളാകുന്നല്ല. കാരണം അവിടെ രക്ഷയെ വിശേഷിപ്പിക്കാൻ ഈ വേദഭാഗത്ത് 2 പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ 1 മുതൽ 10 വരെയുള്ള വേദഭാഗത്ത് 2 പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രക്ഷയെ വിശ്വസിപ്പിക്കാൻ. അത് ഒന്ന് മെയ്ഡ് അലൈവ് എന്നാണ്, ജീവിപ്പിച്ചു എന്ന് പറയും. അപ്പൊ ജീവൻ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിൽ നിന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ജീവിപ്പിക്കുക. അപ്പൊ ജീവനില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം ജീവൻ തരുന്ന അനുഭവമാണ് വീണ്ടും ജനനം. മറ്റൊന്ന്, വീണ്ടും ജനനത്തെ കുറിച്ച് ഈ 1 മുതൽ 10 വരെയുള്ള വേദഭാഗത്ത് നമ്മൾ നോക്കിയാല് വീണ്ടും ജനനത്തെ വിശേഷിപ്പിക്കാൻ പൗലോസ് ഉപയോഗിക്കുന്ന വേറൊരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അതിന്റെ 10ാം വാക്യം: നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകും.
ക്രിയേഷൻ. രണ്ട് പദങ്ങൾ മറന്നു പോകരുത്. സോ ഒരു പദം ജീവിക്കുക, ജീവിപ്പിക്കുക. മറ്റൊന്ന് ക്രിയേറ്റ് ചെയ്യുക. ജീവിപ്പിക്കുന്നത് മരണത്തിൽ നിന്നാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഔട്ട് ഓഫ് നത്തിങ്, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ക്രിയേഷൻ. ദൈവം അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. ഇറ്റ് ഈസ് എ ന്യൂ ക്രിയേഷൻ, ന്യൂ ക്രിയേഷൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന എൻ്റെ ഓർമ്മ. 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായത്തിന്റെ 6-ാം വാക്യത്തില് പോൾ പറയുന്നത്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കാനായിട്ട്. അപ്പോ ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു വെളിച്ചത്തെ സൃഷ്ടിച്ചതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. It is as though God said, as though, അല്ലെങ്കിൽ ആ ആദ്യത്തെ ക്രിയേഷനിൽ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് വീണ്ടും ജനനം. അതുകൊണ്ടാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അവൻ സൃഷ്ടിയാണ്. അവന് he's a creature അല്ലെങ്കിൽ എ ക്രിയേഷൻ, ഒരു സൃഷ്ടിയാകുന്നവൻ ആകട്ടെ. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അടുത്ത വേദഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ അതിന് 4 മുതലുള്ള വേദഭാഗങ്ങൾ, ഇന്ന് അല്പം ചില കാര്യങ്ങളൂടെ അതിനുള്ള ബന്ധത്തിൽ ഞാൻ പറയാം. 4 മുതലുള്ള വേദഭാഗങ്ങൾ ബട്ട് ഗോഡ് എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. ഇംഗ്ലീഷ് വേദപുസ്തകമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ബട്ട് ഗോഡ്, മലയാളത്തിൽ ആ ഒരു കൺജങ്ഷൻ അവിടെ ആ നിലയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ആ അർത്ഥം അവിടെയുണ്ട്. കരുണാസമ്പന്നനാകുന്ന ദൈവമോ, കരുണ സമ്പന്നനാകുന്ന ദൈവമോ. അപ്പോൾ കരുണാസമ്പന്നനാകുന്ന ദൈവം എന്താണ് ചെയ്തത്? God who is rich in mercy, ദൈവം എന്ത് ചെയ്തു? 2, ദൈവം എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത്? ആ 2 കാര്യങ്ങളാണ് തുടർന്ന് നമ്മൾ ആ വാക്യങ്ങളിൽ കാണുന്നത്. ദൈവം എന്ത് ചെയ്തു, എന്തിനു വേണ്ടി ചെയ്തു? ഇത് 2 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ്. Why God, what God has done and why he has done it. പൗലോസ് ഈ 2 കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ആ വേദഭാഗത്ത് വിശദീകരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ ആ കാര്യം നമ്മുടെ സമയത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വിശദീകരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമാകുന്ന എ ബേസിക് ടെനറ്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് Christ is risen, Christ has ascended, and Christ is interceding for us at the right hand of the Father. അതായത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറിപ്പോയി, പിതാവിന്റെ വലതു ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. അല്ലെങ്കിൽ he is at the right hand of the Father. പിതാവിന്റെ വലതു ഭാഗത്ത് നമുക്ക് അല്ലെങ്കിൽ ക്രിസ്തു ഉണ്ട്. ഇത് ക്രിസ്ത്യാനിറ്റിയുടെ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നാണ്. That Christian faith falls or stands, നിൽക്കുന്നോ വീഴുന്നോ, ഇത് നിർണയിക്കുന്ന ഒരു ട്രൂത്താണ് കർത്താവിന്റെ ഉയർപ്പെന്നുള്ളതും അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോയെന്നുള്ളതും ഇപ്പൊ സ്വർഗത്തിലായിരിക്കുന്നു എന്നുള്ള ആ കാര്യം. എന്നാല് ഇവിടെ
പൗലോസ് പറയുന്ന ഒരു കാര്യം, യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞ ആ സത്യം ഇപ്പം സത്യത്തിൽ പൗലോസ് ആരെ കുറിച്ചാണ് പറയുന്നത്? നമ്മളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ആ വേദഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. അതായത് യേശുവിനെ കുറിച്ച് പറയുന്ന കാര്യം ദൈവത്തിന്റെ വചനത്തിൽ പൗലോസ് ഇപ്പൊ പറയാ നമ്മളെ കുറിച്ച് പറയുക. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഒന്നാമതായിട്ട് അതിന്റെ 5-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിച്ചു. അപ്പൊ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ പൗലോസ് പറയാ ക്രിസ്തു മാത്രമല്ല, നിങ്ങളെ ഉയർപ്പിച്ചു. നിങ്ങൾ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു, ക്രിസ്തു മരിച്ചു. അപ്പൊ ക്രിസ്തു മരിച്ച എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഞാൻ പറയാം. നമ്മുടെ അതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമാണ്. ക്രിസ്തു മരിച്ചു, നമ്മളും മരിച്ചു. നമ്മൾ എങ്ങനെയാ മരിച്ചത് എന്നുള്ളതും വിശദീകരിക്കേണ്ട കാര്യമാണ്. എന്നാൽ ക്രിസ്തുവിനോടുകൂടെ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചപ്പോൾ നമ്മെയും ഉയർപ്പിച്ചെന്ന് പോള് പറയുക. അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. 2, ക്രിസ്തുവിനോട് ഒപ്പം ഒന്ന് നമ്മളെ ഉയർപ്പിച്ചു. രണ്ടാമതായിട്ട് നമ്മളെ ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. അപ്പൊ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയി, സ്വർഗത്തിലിരിക്കുന്നു എന്നുള്ളത് യേശു കർത്താവിനെ കുറിച്ച് പറയുന്നെങ്കിൽ, ഇവിടെ പൗലോസ് പറയുക നിങ്ങളെയും ഉയർപ്പിച്ചു ക്രിസ്തുവിനോട് കൂടെ കൂടെ, എന്നിട്ട് അവനോട് കൂടെ നിങ്ങളെയും ഇരുത്തിയെന്ന്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു അടിസ്ഥാനപരമാകുന്ന വിഷയം എന്നുള്ളത്, സത്യത്തിൽ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് തന്നെ അത് ചില ഡോഗ്മാസ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ഏറ്റുപറയുന്നതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ it is being identified with Christ. ക്രിസ്തുവിനോട് കൂടെയുള്ള ഏകീകരണമാണ് ക്രിസ്തീയ ജീവിതം. അല്ലാതെ എന്തെങ്കിലും നമ്മൾ ഏറ്റുപറയുമ്പോൾ രക്ഷിക്കപ്പെട്ടു, പിന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നു, ആ ചെയ്തു കൂട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വർഗത്തിൽ അവസാനം പോകുന്നു. ഇതൊക്കെ വേറെ മതങ്ങളിലും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. എല്ലാ മതങ്ങളും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമാകുന്ന സത്യങ്ങളിൽ ഒന്ന്, ഇറ്റ് ഈസ് യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. ഇറ്റ് ഈസ് യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. ആ യൂണിയനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അതാണ് കരുണാസമ്പന്നനാകുന്ന ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. അപ്പൊ നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നു. ഇപ്പൊ നമ്മളെ ജീവിപ്പിച്ചത് ആരോടുകൂടെയാ? നമ്മളെ ജീവിപ്പിച്ചത് ക്രിസ്തുവിനോടുകൂടെയാ. അപ്പൊ ക്രിസ്തുവും മരിച്ചു, ക്രിസ്തുവും മരിച്ചു അല്ലേ? എന്നാൽ അവിടെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട്. ക്രിസ്തു മരിച്ചത് അതിക്രമങ്ങളാലും പാപങ്ങളാലും അല്ലായിരുന്നു. അതാ പ്രധാനപ്പെട്ട വ്യത്യാസം. ക്രിസ്തുവിനോട് കൂടെ നമ്മളെ ഉയർപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. ഇനിയും ക്രിസ്തുവിന്റെ മരണത്തോടും നമ്മളെ ഏകീഭവിക്കുന്നുണ്ട് എന്ന കാര്യവും സത്യമാണ്. എന്നാൽ നമ്മൾ സ്വതവേ മരിച്ചവരായിരുന്നു.
നമ്മൾ സ്വതവേ മരിച്ചവരായിരുന്നു. നമ്മൾ മരിച്ചവരായിരുന്നു എന്ന ആ സത്യം ഇപ്പൊ ലോകത്തിൽ രക്ഷിക്കപ്പെടാത്ത ആരോട് പറഞ്ഞാലും അവർ അംഗീകരിക്കത്തില്ല. അവരാരും അംഗീകരിക്കുകയില്ല അവർ മരിച്ചവരായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ വീണ്ടും ജനിച്ച ഒരു ദൈവപൈതലിന് മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. 14-15 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഭക്തനെ കുറിച്ച് ഞാൻ നിങ്ങളോട് അത് ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന 15-ാം നൂറ്റാണ്ടിൽ 14-ാം നൂറ്റാണ്ടിന്റെ ഒടുവ് തൊട്ട് 15-ാം നൂറ്റാണ്ട് വരെ ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ഒരു ക്രിസ്തു ഭക്തനാണ്. അദ്ദേഹത്തിന്റെ പേര് തോമസ് എ കെംപിസ് എന്ന് പറയും. തോമസ് എ കെംപിസ് എന്ന് പറയും. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ഓഫ് ദ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്ത്വാനുകരണം എന്ന് പറഞ്ഞ് മലയാളത്തിൽ ഒരു ചെറിയ ബുക്ക്ലെറ്റ് ഉണ്ട്. അത് പക്ഷേ അതിന്റെ മുഴുവൻ പരിഭാഷയൊന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ എടുത്തെഴുതിയിട്ടേ ഉള്ളൂ. എന്നാൽ ഇംഗ്ലീഷിൽ ആ പുസ്തകം അവൈലബിൾ ആണ്. മലയാളത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഓഫ് ദ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിൽ ഈ തോമസ് എ കെംപിസ് എന്ന ആ ഭക്തൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അന്ന് ഒരു കുറ്റവാളിയെ, കുറ്റം ചെയ്ത ഒരുവനെ അവന്റെ ശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്തേക്ക് അവനെ അന്നത്തെ പോലീസുകാര് വലിച്ചിഴച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച തെരുവിൽ കൂടെ പരസ്യമായിട്ടാണ് കൊണ്ടുപോകുന്നത്. ആ സമയം കുറ്റം ചെയ്തവനെ ശിക്ഷിക്കുന്നത്, അതിനുവേണ്ടി കൊണ്ടുപോകുന്നത് പരസ്യമായിട്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോഴ് ആ മനുഷ്യനെ കണ്ടപ്പോൾ തോമസ് എ കെംപിസ് പറഞ്ഞ ഒരു വാചകം ഈ പുസ്തകത്തിൽ ചേർത്തു. അതിങ്ങനെയാണ്: ബട്ട് ഫോർ ദ ഗ്രേസ് ഓഫ് ഗോഡ് there goes തോമസ് എ കെംപിസ്. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാ: ദൈവത്തിന്റെ കൃപയില്ലായിരുന്നെങ്കിൽ ആ മനുഷ്യൻ ഞാനായിരുന്നേനെ. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാ മനസ്സിലായത് I am capable of doing such heinous sins. ഞാനും അത്രയും അധമമാകുന്ന പാപം ചെയ്യാൻ എന്നെ കൊണ്ടും കഴിയും. നേരത്തെ നമ്മൾ സമ്മതിക്കത്തില്ല. എന്നാൽ ട്രൂലി ഏതവസ്ഥയിൽ നിന്നാണ് ദൈവം നമ്മളെ രക്ഷിച്ചതെന്ന് തിരിച്ചറിയുമ്പോഴാണ്, അത് തിരിച്ചറിയുന്ന ഒരു ദൈവപൈതലിന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഞാനും ഈവൻ ഐ ക്യാൻ ഡു ദാറ്റ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചും നമ്മുടെ മരണത്തെക്കുറിച്ച് അല്പം ഒരു വിശദീകരണം ഇവിടെ തരേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് ഈ വേദഭാഗത്ത് കാണുന്ന ഒരു വിഷയം അല്ലെങ്കിൽ പോലും അതൊന്ന് വിശദീകരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം അത് ഒരു പോപ്പുലർ മിസ്അണ്ടർസ്റ്റാൻഡിങ് പൊതുവെ നമ്മുടെ ഇടയിൽ ഉള്ള ഒരു വേദഭാഗമാണ്. അതുകൊണ്ട് ആ വേദഭാഗം അപ്പോൾ നമ്മൾ കണ്ടു, കരുണാസമ്പന്നനാകുന്ന ദൈവമോ നമ്മളെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞേച്ച് കൃപയാലല്ലോ നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തു മരിച്ചു, നമ്മളും മരിച്ചു. നമ്മൾ മരിച്ചവരായിരുന്നു, നമ്മൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. ക്രിസ്തു മരിച്ചു, എന്നാൽ ക്രിസ്തുവിനോടൊപ്പം എന്നെയും നിങ്ങളെയും ഉയർപ്പിച്ചെന്നാ പൗലോസ് പറയുന്നത്. ഒരു മരണത്തിൽ നിന്ന് ക്രിസ്തുവിനോട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, നമ്മൾ ഏകീഭവിച്ചു. അത് ഏതർത്ഥത്തിലാണ് എന്നുള്ളത് ഒന്ന് വിശദീകരിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. റോമാലേഖനം 6-ാമത്തെ അധ്യായം. റോമാലേഖനം 6-ാമത്തെ അധ്യായം. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തില് അതിന്റെ 1-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന: ആകയാൽ നാം എന്ത് പറയേണ്ടു? കൃപ വരികേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. പൗലോസ് ദൈവകൃപയെ കുറിച്ച് ചിലർക്ക് അതിനകത്തൊരു ഇന്ന് ചില ഈ ഹൈപ്പർ ഗ്രേസുകാര് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അവര് പറയുന്നത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പാപം ചെയ്യുമ്പോൾ കൃപയിലോട്ടാ വീഴുന്നതെന്ന് അവർ പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. അങ്ങനെ അത് പഠിപ്പിക്കുന്ന പലരെയും
അടുത്ത കാലം വരെ നമ്മുടെ സ്റ്റേജുകളിൽ വിളിച്ച് പ്രസംഗിപ്പിക്കുകയും ചെയ്തതാ. ഇപ്പൊ പിന്നെ ഈ കൊറോണ ആയതുകൊണ്ട് നിർന്നിരിക്കുന്നതേ ഉള്ളൂ. അത് പേര് ഒക്കെ ഞാൻ പറയാം, അതിനകത്ത് ഒരു കുഴപ്പമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പൊ അവര് പഠിപ്പിക്കുന്ന ഒരു കാര്യം, കൃപ, അതായത് പാപം പെരുകിയെടുത്ത് കൃപ ഏറ്റവും പെരുകി, അല്ലെ? പാപം പെരുകിയെടുത്ത് കൃപ ഏറ്റവും പെരുകി. അപ്പൊ അതുകൊണ്ട് ഒരു ഉപദേശം, അതുകൊണ്ട് കൃപ പെരുകണമെങ്കിൽ ഒരു കാര്യം ചെയ്തേച്ചാൽ അത് പാപം ചെയ്താൽ. മനസ്സിലായോ? ഏകദേശം അതിന് തത്തുല്യമാകുന്ന ഒരു ചിന്തയാണ് പൗലോസിനോടും ചിലർ പറഞ്ഞത്. അതുകൊണ്ടാണ് 6-ാമത്തെ അധ്യായം റോമാലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കാരണം മോളി പറഞ്ഞു പാപം പെരുകിയെടുത്ത് കൃപ ഏറ്റവും പെരുകിയെന്ന് പൗലോസ് പറഞ്ഞപ്പോൾ അതിനെ തെറ്റായി മനസ്സിലാക്കുന്ന ചിലരുടെ മനോഭാവത്തെ ഖണ്ഡിച്ചുകൊണ്ടാണ് 6-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. അപ്പൊ താൻ ആരംഭിക്കുന്ന ഇങ്ങനെ, ആകയാൽ എന്ത് നാം എന്ത് പറയുന്നു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. ഗോഡ് ഫോർബിഡ് എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൃപ പെരുക്കാൻ വേണ്ടി പാപം ചെയ്താൽ കൃപ കൂടും, അതുകൊണ്ട് പാപം ചെയ്തേച്ചാൽ മതി. നിങ്ങളാരും ചിന്തിക്കല്ല, ഇങ്ങനെ പഠിപ്പിക്കുന്നവര് ഇല്ലെന്നൊന്നും ചിന്തിക്കരുത്. അപ്പൊ പൗലോസ് പറയുകയാണ്, ഒരു നാളും അരുത്, ഗോഡ് ഫോർബിഡ്, ഒരു നാളും അരുത് എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ താൻ പറയുകയാണ്, അത് നമുക്ക് ഇമ്പോസിബിൾ ആണെന്നല്ല താൻ പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ ഫോർ us to sin. It is possible for us to sin. പാപസംബന്ധമായി മരിച്ചവരായ നാം, ഞാനതാ പറഞ്ഞേ, നമ്മുടെ മരണത്തെക്കുറിച്ചും ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചും നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? നോക്കണം, 1-ാം വാക്യവും 2-ാം വാക്യവും ചേർത്ത് വായിക്കണം. ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ ഫോർ us to sin എന്നല്ല പോൾ പറയുന്നത്, ഇറ്റ് ഈസ് പോസിബിൾ. പക്ഷെങ്കിൽ ഓർക്കുക, പാപസംബന്ധമായിട്ട് നമ്മൾ മരിച്ചില്ലേ, ഇനി എങ്ങനെ നമുക്കത് ജീവിക്കുന്നത്? അയ്യോ, എങ്ങനെ ജീവിക്കും നമ്മൾ? ഹൗ ക്യാൻ ബി? എങ്ങനെ ജീവിക്കും? നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പാപസംബന്ധമായി നമ്മൾ മരിച്ചില്ലേ, അപ്പൊ പിന്നെന്തിനാ അതിൽ ജീവിക്കണമെന്നുള്ള താല്പര്യം നമ്മിൽ ഉണ്ടാകുന്നത്? അത് നമ്മുടെ പുതിയ അനുഭവമായിട്ട് ചേർന്ന് പോകുന്നില്ലല്ലോ. അർത്ഥം മനസ്സിലാകുന്ന എന്റെ ചിന്ത. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് നമുക്ക് ജീവിക്കാൻ കഴിയണമെന്നല്ല, കാരണം കഴിയും എന്നുള്ളത് കൊണ്ടാണ് പിന്നീട് ഈ റോമാലേഖനത്തിൽ തന്നെ നമ്മൾ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഇരുട്ടിന്റെ ആയുധങ്ങളെ വെച്ച് കളയുക എന്നും മര്യാദയ്ക്ക് പകൽ സമയത്തെന്ന പോലെ മര്യാദയായിട്ട് നമ്മൾ ജീവിക്കുക എന്നൊക്കെ ദൈവങ്ങളോട് തന്നെയാ പറയുന്നത്. റോമാലേഖനം 13-ാം അധ്യായത്തിലെ മോഹങ്ങൾ ജനിക്കുമാറും ജഡത്തിനായി ചിന്തിക്കരുത്, ഇതെല്ലാം അതേ ലേഖനത്തിലാ പറയുന്നത്. അപ്പൊ പോൾ പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ ഫോർ us to sin. It is possible for us to sin, but it is an anomaly. അത് തമ്മിൽ ചേർന്ന് പോകുന്നില്ല. മനസ്സിലാവുന്നോ? പാപസംബന്ധമായി മരിച്ച നമ്മൾ ഇനിയും ആ പാപ ജീവിതത്തിൽ തുടരുക എന്നുള്ളത് ചേർന്ന് പോകുന്നില്ല എന്നാണ് പോൾ പറയുന്നത്. ഇനി എന്താണ് ഈ പാപസംബന്ധമായിട്ടുള്ള മരണം? പാപസംബന്ധമായിട്ട്, കാരണം ഇത് താഴോട്ട് നമ്മൾ സ്നാനത്തെ കുറിച്ചൊക്കെ വായിക്കുന്നു. താഴോട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, യേശു ക്രിസ്തുവിന്റെ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നു എന്നും നാം അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചുവെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും, നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ എന്നൊക്കെ താഴോട്ട് പറയുന്നു. അപ്പൊ
ക്രിസ്തുവിന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നമ്മൾ ഏകീഭവിച്ചു. പോൾ പറയുക, നമ്മള് സ്നാനമെന്ന ആ ശുശ്രൂഷയിൽ അത് നമ്മൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. സത്യത്തിൽ ഇവിടെ ഒരു ഡൈനമിക് ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ സ്നാനം എന്ന ഒരർത്ഥത്തിലാണ് അത് പറഞ്ഞേക്കുന്നതെങ്കിൽ പോലും നമുക്കറിയാം മനുഷ്യന്റെ പ്രവൃത്തിയല്ല മനുഷ്യനെ രക്ഷിക്കുന്നതെന്നറിയാം. അപ്പോൾ അതല്ല അതിനകത്തെ വിവക്ഷ. അതിനെ മറിച്ച് സ്നാനം എന്നുള്ളത് ക്രിസ്തുവിന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിച്ചു, അല്ലെങ്കിൽ ഐ ഡൈഡ് വിത്ത് ക്രൈസ്റ്റ് എന്നുള്ളതിന്റെ പരസ്യമാകുന്ന ഒരു പ്രഖ്യാപനമാണ്. What has already taken place internally, I now declare it to the world. പരസ്യമായിട്ട് ഞാൻ ഏറ്റുപറയുക. അതുകൊണ്ടാണ് ഈ പഴയ കാലത്തെ സ്നാന ശുശ്രൂഷയൊക്കെ ആയിരുന്നു എനിക്കിപ്പോഴും ഇഷ്ടം. പക്ഷേ എന്ത് ചെയ്യാനാ, ഇപ്പൊ പറ്റാത്തൊരു അവസ്ഥയായി പോയി. ഇപ്പൊ നമ്മുടെ ചർച്ചുകളിലൊക്കെ സ്നാനക്കുളങ്ങളുണ്ട്. എന്തിനേറെ എൻ്റെ ഒക്കെ ഒപ്പം ഉണ്ടായിരുന്ന പല മർത്തോമ സഹോദരങ്ങള്, എൻ്റെ പ്രായക്കാരൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും സ്നാനപ്പെട്ടവരാ. പക്ഷെ ഇപ്പോഴും കുറിയാലോ ഒക്കെ ചൊല്ലിക്കൊണ്ടങ്ങ് പോകുന്നേ ഉള്ളൂ. കാരണം അതിന്റെ കാര്യം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ചിലയിടത്ത് നമ്മള് ബോർഡ് കണ്ടിട്ടില്ലേ, വിറക് വിൽക്കപ്പെടുമെന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ സ്നാനം നടത്തി കൊടുക്കപ്പെടുമെന്നൊക്കെയുള്ള ചില സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ. ഇവരവിടെ പോയിട്ട് രഹസ്യമായിട്ട് പോയിട്ട് ഈ സ്നാനം നടത്തി കൊടുക്കപ്പെടുന്ന ചില സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ തന്നെ. ഇറങ്ങുമ്പോ ഉണ്ട്, അവിടെ ഉണ്ട്. എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഫസ്റ്റ് ഹാൻഡ് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. അറിയാത്ത ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. അവിടെ പോയി അങ്ങനെ സ്നാനം നടത്തി കൊടുക്കപ്പെടുന്നിടത്ത് പോയിട്ട് മുങ്ങിയേച്ച് വന്നു. സ്നാനപ്പെടുകയും ചെയ്തു. പക്ഷെ സ്നാനം എന്താണ് സത്യത്തിൽ അവരുടെ വീട്ടുകാരറിഞ്ഞില്ല, നാട്ടുകാരറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. അപ്പൊ ഒരാൾ ഇതിനെ കുറിച്ച് പറഞ്ഞു, ദൈവം പോലും അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അപ്പൊ എന്താണ് സ്നാനം? ഞാനീ പറയുന്നത്, എൻ്റെ നാട്ടിൽ എൻ്റെ ഒപ്പം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്ത കുറെ സൗകര്യങ്ങളുണ്ട്. മർത്തോമാലെ ചില സൗകര്യങ്ങളുണ്ട്. അവരെ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനീ പറയുന്നത്, ഇല്ലാത്ത ഒരു കാര്യമല്ല പറയുന്നത്. അപ്പോൾ സ്നാനം എന്ന് പറഞ്ഞ സത്യത്തിൽ എന്താ? സ്നാനം സത്യത്തിൽ ഇറ്റ് ഈസ് എ പബ്ലിക് ഡിക്ലറേഷനാ. അതുകൊണ്ടാ പണ്ട് കാലത്തെ സ്നാനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറയാൻ കാര്യം. കാരണം ചെറുപ്പത്തിലെ ഞാൻ ആ പ്രൊസഷനിൽ പോയിക്കൊണ്ടിരുന്നതൊക്കെ ഞങ്ങളുടെ സഭയിൽ നിന്ന് ദൂരെയുള്ള ഒരു സ്ഥലത്തോട്ട് തമ്പേറൊക്കെ അടിച്ചാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ആരേലും പരിചയക്കാരും വല്ലതും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഇങ്ങനെ നേരെ നോക്കിയാണ് ഞാൻ നടക്കുകയായിരുന്നു. അന്നത്തെ അറിവില്ലായ്മയിൽ അത് ആരും കാണല്ലേ, ഈ കൂട്ടത്തിൽ പോകുന്ന ആരും കാണല്ലേ എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷെ സത്യത്തിൽ അതാണ് സ്നാനത്തിന്റെ മെസ്സേജ്. അതാ സ്നാനത്തിന്റെ മെസ്സേജ് നമ്മൾ ലോകത്തിന് കൊടുക്കുന്നത്. അങ്ങനെ സ്നാനപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, കുറച്ചു പേരുണ്ട്. സ്തോത്രം. അവര് കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഈ പുതിയ തലമുറയിലൊക്കെ ഉണ്ടെന്ന് ഇത് പറഞ്ഞാൽ മനസ്സിലായില്ല. കാരണം അവർക്ക് നമ്മുടെ സഭകളിലെല്ലാം സ്നാന തൊട്ടിയുണ്ട്, ആരും അറിയത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു ഞാന് ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിന്റെ മരണം എന്റെ മരണമായിരുന്നു എന്നുള്ള ഡിക്ലറേഷനാണ് സത്യത്തിൽ സ്നാനം. എനിക്കറിയാം ഞാൻ എന്റെ വിഷയത്തിൽ നിന്ന് അല്പം മാറിപ്പോകുന്നുണ്ട്, പക്ഷെ പ്രയോജനമുള്ള ഒന്നും മറച്ചു വെക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. മാത്രമല്ല, ഇത് പറയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ അങ്ങനെയുള്ളതാകുന്ന ഈ സ്നാനത്തെ കുറിച്ച് പൗലോസ് പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോപ്പുലർ മിസ്അണ്ടർസ്റ്റാൻഡിങ് അവിടെ പൊതുവെ, അല്ലെങ്കിൽ ഒരു മിസ്ഇന്റർപ്രിട്ടേഷൻ സാധാരണ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്, നീ ഇന്ന് മുതൽ നീ സ്നാനപ്പെട്ടു, നീ പുതിയ ആളാണ്, ഇനി നീ പഴയ ആളല്ല, നീ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? മരിച്ചു കഴിഞ്ഞാൽ ഒരു ശവം കിടക്കുന്നത് എങ്ങനെയാ? ശവത്തെ കുത്തിയാലൊന്നും അതിനൊന്നും ഒരു റെസ്പോൺസ് ഇല്ല, അതുപോലാണ് എന്നൊക്കെ. പക്ഷെങ്കിൽ സത്യത്തില് അതങ്ങോട്ട് ഒത്തുപോകുന്നില്ല.
എന്താ ഒത്തുപോകാത്തതിന്റെ കാര്യം? ഒത്തുപോകാത്തതിന്റെ കാര്യം നമ്മള് ഒരു ശവം പോലെ അൺറെസ്പോൺസീവ്, we were unresponsive to sin as a dead body, then there was no meaning in giving instruction, do not submit the members of your body to sin എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാനൊരു ശവം പോലെ പാപത്തിന് അൺറെസ്പോൺസീവ് ആണെങ്കിൽ നിങ്ങളുടെ അവയവങ്ങളെ പാപത്തിന് സമർപ്പിക്കരുതെന്ന് ഇതേ അധ്യായത്തിൽ താഴോട്ട് പറയേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഞാൻ മരിച്ചല്ലോ. അപ്പൊ എന്താണ് ആ മരണം? അതാണോ അതിന്റെ അർത്ഥം? പാപസംബന്ധമായി മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ ആ വേദഭാഗം ഒന്ന് വിശദീകരിച്ചിട്ട് എഫേസ്യ ലേഖനത്തിലേക്ക് മടങ്ങി വരാം. അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം ഇതാണ്: പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പോൾ നമ്മൾ മരിച്ചു. എങ്ങനെ മരിച്ചു? പാപസംബന്ധമായി മരിച്ചു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു. അപ്പൊ നമുക്ക് 2 മരണമാണ്. ഒന്ന്, പാപസംബന്ധമായി മരിച്ചു. ഈ പാപസംബന്ധമായ മരണം എപ്പോഴാണെന്നുള്ളത് ഞാൻ പറയാം. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടവര് ഒരു മരണത്തിൽ കൂടെ കടന്നുപോയി. പാപസംബന്ധമായിട്ട് അല്ല, അതിക്രമങ്ങളിലും പാപങ്ങളിലും അവർ മരിച്ചവരായിരുന്നു, ലോകത്തിലുള്ള എല്ലാവരെ പോലെ. എന്നാൽ ഒന്നുകൂടെ മരിച്ചു. എങ്ങനെ മരിച്ചു? പാപസംബന്ധമായിട്ട് മരിച്ചു. എന്താണ് അതിന്റെ അർത്ഥം? ഇവിടെ അതിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ ഞാൻ ആദ്യം ഒരു കാര്യം, ഒരു പോപ്പുലർ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഞാൻ റൂൾ ഔട്ട് ചെയ്തു. അതായത് വി ആർ ഇൻസെൻസിറ്റീവ് ടു സിൻ. നമ്മൾ ഇൻസെൻസിറ്റീവ് ആണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാ. അങ്ങനല്ല. കാരണം നമ്മുടെ വേദപുസ്തകവും അത് അനുവദിക്കുന്നില്ല, നമ്മുടെ അനുഭവവും അത് അനുവദിക്കുന്നില്ല. 2 കാര്യവും അത് അനുവദിക്കുന്നില്ല. അപ്പം പാപസംബന്ധമായിട്ട് മരിച്ചെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മളെ കുറിച്ച് പാപസംബന്ധമായി മരിച്ചു എന്ന് ഈ വേദഭാഗത്ത് 2 പ്രാവശ്യം പറയുന്നുണ്ട്. ഒന്ന്, റോമാലേഖനം 6-ാം അധ്യായം 2-ാം വാക്യത്തിലും, അത് കഴിഞ്ഞിട്ട് 11-ാം വാക്യത്തിലും പറയുന്നു, നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്ന്. അപ്പൊ 2 പ്രാവശ്യം നമ്മളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ആരാ? പാപസംബന്ധമായി മരിച്ചവരാ. ഇനി എങ്ങനെ ആദ്യം തുടരാൻ പറ്റുന്നത്? കൃപ വരികേണ്ടതിന് പാപം ചെയ്യാൻ പറ്റുമോ? നോ. എന്നാൽ ഓൺ ദി അതർ ഹാൻഡ് നമ്മൾ ഇൻസെൻസിറ്റീവ് ടു സിൻ എന്നാണോ അതിന്റെ അർത്ഥം? അതാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. അവിടെ 11-ാമത്തെ വാക്യത്തിലും പറയുന്നു, പാപസംബന്ധമായി മരിച്ചവർ എന്ന് നിങ്ങളെ തന്നെ എണ്ണുവീൻ എന്ന് പറയും. ഇനി ഇതേ കാര്യം തന്നെ കർത്താവിനെ കുറിച്ചും പറയുന്നു. അവിടെയാണ് അതിന്റെ കീ. ദാറ്റ് ഈസ് ദ കീ. അതിന്റെ 10-ാം വാക്യം, 6-10, അവൻ മരിച്ചത് പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു. അപ്പൊ ഇപ്പൊ ആരും മരിച്ചു? ആരെ കുറിച്ച് അവിടെ പറയുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. ആരാണ്? ക്രിസ്തുവും മരിച്ചു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. പാപസംബന്ധമായിട്ട് നമ്മൾ മരിച്ചെന്ന് പോൾ പറയുന്നു. എന്നിട്ട് 2 പ്രാവശ്യം ആ വേദഭാഗത്ത് പറയുന്നു നമ്മൾ പാപസംബന്ധമായിട്ട് മരിച്ചു. പിന്നെ പറയുന്നു പാപസംബന്ധമായി മരിച്ചവരായി നിങ്ങളെ തന്നെ എണ്ണുവീൻ എന്ന് പറയുന്നു. എന്നിട്ട് 10-ാം വാക്യത്തിൽ പറയുക, ക്രിസ്തുവും പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു. അപ്പൊ ക്രിസ്തു മരിച്ച മരണം തന്നെ നമ്മളും കടന്നുപോയി. മനസ്സിലാകുന്നുണ്ടല്ലോ? ക്രിസ്തു മരിച്ച മരണത്തിലൂടെ നമ്മളും കടന്നുപോയി. നിങ്ങളും പാപസംബന്ധമായി, അതായത് അവൻ അതിന്റെ 10ഉം 11ഉം വാക്യങ്ങൾ ചേർത്ത് വായിക്കണം. ക്രിസ്തു പാപസംബന്ധമായിട്ട് ഒരിക്കലായി മരിച്ചു. എന്നിട്ട് റോമാലേഖനം 11-ാം അധ്യായം, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും എന്ന് പറഞ്ഞാൽ
ക്രിസ്തു എങ്ങനെ മരിച്ചുവോ, ഇപ്പൊ എങ്ങനെ ദൈവത്തിന് ജീവിക്കുന്നുവോ, ഔവണ്ണം അതുപോലെ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും. ആ വേദഭാഗം എത്ര വ്യക്തമാണ്. അതുകൊണ്ട് നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ. ഞാൻ തന്നെയല്ല. അതുകൊണ്ടാണ് ഗലാത്യർ 2:20 നമ്മൾ വായിക്കുന്നത്. ഇപ്പൊ ഞാൻ ജീവിക്കുന്ന ജീവിതം എവിടാ? എനിക്ക് വേണ്ടി മരിച്ച് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനാകുന്ന ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തു എന്നിലും ജീവിക്കുന്നു, ഞാൻ ക്രിസ്തുവിലും ജീവിക്കുന്നു. ഇപ്പൊ ക്രിസ്തു എങ്ങനെ ദൈവത്തിന് ജീവിച്ചു അതുപോലെ ഇപ്പൊ ഞാൻ ദൈവത്തിന് വേണ്ടി ക്രിസ്തുവിൽ ജീവിക്കുകയാണ്. ക്രിസ്തുവിലുള്ള എന്റെ ജീവിതമാണിപ്പോ. അതിന്റെ കാരണം എന്താ? എന്നെ കൂടെ ദൈവം ക്രിസ്തുവിലാക്കി. എപ്പോൾ? ക്രിസ്തു ഒരിക്കലായി പാപസംബന്ധമായി മരിച്ചപ്പോൾ. ഓൾറെഡി ഞാൻ മരിച്ചതായിരുന്നു, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചതായിരുന്നു. എന്നെ കൂടെ എടുത്ത് ക്രിസ്തുവിലോട്ടാക്കി. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന എന്റെ ചിന്ത. ക്രിസ്തു മരിച്ചത് ഒരിക്കലും നാം മരിച്ച ആ മരണം അല്ല ക്രിസ്തു മരിച്ചത്. ക്രിസ്തു മരിച്ചത് പാപസംബന്ധമായ മരണം. എന്താണ് പാപസംബന്ധമായ മരണം? വേദപുസ്തകത്തിൽ പാപവും മരണവും ചേർത്ത് പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം മരണമെന്നുള്ളത് പാപത്തിന്റെ ശിക്ഷയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം മുതൽ പാപത്തെയും മരണത്തെയും ബന്ധിപ്പിച്ച് പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം മരണം, പാപവും മരണവും ചേർത്ത് പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം മരണമെന്നുള്ളത് പാപത്തിന്റെ ശിക്ഷയായിട്ടാണ് പറഞ്ഞത്. ഉദാഹരണത്തിന്, അത് തിന്നുന്നതാളിൽ നീ മരിക്കും. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ പാപം നിമിത്തം മരണം ലോകത്തിൽ കടന്നു. 5-ാമത്തെ അധ്യായം റോമർ. അപ്പൊ പാപം നിമിത്തം ആസ് എ ജസ്റ്റ് പണിഷ്മെന്റ് ഓഫ് സിൻ ഡെത്ത് എൻഡേഡ്. അപ്പൊ പാപത്തിന്റെ ശിക്ഷയാണ് മരണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന എന്റെ ചിന്ത. പാപത്തിന്റെ ശിക്ഷയാണ് മരണം. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, റോമർ 6:23, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അപ്പോൾ വെളിപ്പാട് പുസ്തകം വരെ അങ്ങനെയാ പറഞ്ഞേക്കുന്നത്. പാപത്തെയും മരണത്തെയും ഒന്നിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ വേദഭാഗത്തും മരണമെന്നുള്ളത് പാപത്തിന്റെ ശിക്ഷയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ മരണം എന്താ? ക്രിസ്തു പാപസംബന്ധമായിട്ട് ഒരിക്കൽ മരിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ക്രിസ്തു എന്റെ നിങ്ങളുടെയും പാപത്തിന്റെ ശിക്ഷയാകുന്ന മരണം ക്രിസ്തു ഏറ്റെടുത്തു. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ നമ്മൾ എവിടെ ആയിരുന്നു? നമ്മൾ ഓൾറെഡി അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുകയാണ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുക ഓൾറെഡി ഉണ്ട്. മരിച്ചു കിടക്കുന്ന നമ്മെ ക്രിസ്തുവിലേക്ക് ആക്കിയപ്പം ക്രിസ്തുവിന്റെ ഒപ്പം ഞാൻ പിന്നെ മരിക്കുക. അതാണ് റോമർ 6:2. പാപസംബന്ധമായി മരിച്ചവരായ നാം. 6:10 അവൻ പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. 11 ഔവണ്ണം തന്നെ നിങ്ങളും
മരിച്ചവർ എന്നും ദൈവത്തിന് ജീവിക്കുന്ന അവൻ. അപ്പൊ ക്രിസ്തു പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു, ഇപ്പൊ അവൻ ജീവിക്കുന്നത് ദൈവത്തിന്. അപ്പൊ എന്നെ എടുത്ത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവനായിരുന്ന എന്നെ എടുത്തിട്ട് പാപസംബന്ധമായി ക്രൂശിൽ മരിക്കുന്ന ക്രിസ്തുവിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തുകയാണ്. വീണ്ടും ജനിച്ച എല്ലാവരുടെയും ചരിത്രം ഇതാ. ഇതിന് വേറെ വാക്യമുണ്ടോ? ഉണ്ട്, വ്യക്തമായ വാക്യമുണ്ട്, വ്യക്തമായ വാക്യമുണ്ട്. പെട്ടെന്ന് വരാം, നിങ്ങൾ എല്ലാവരും ആ വേദഭാഗം എടുക്കണം. 2 കൊരിന്ത്യരുടെ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം. കൊരിന്ത്യരുടെ 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? എടുത്തവരൊന്ന് വായിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും. അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. എന്താ നമ്മൾ വായിച്ചത്? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. വേണ്ടി ഒരുവൻ മരിച്ചു. ഒരുവൻ മരിച്ചിരിക്കെ അടുത്ത ബന്ധം ശ്രദ്ധിച്ചോ? എല്ലാവരും മരിച്ചു എന്നും. എല്ലാവരും മരിച്ചു. വ്യക്തമായെന്നാ എന്റെ ചിന്ത. അപ്പോ ക്രിസ്തുവിനോട് കൂടെ എന്നെ ജീവിപ്പിച്ചെന്ന് പറയുമ്പോ അവിടെ പൗലോസ് പറയുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ മരിച്ചത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുകയായിരുന്നു ഓൾറെഡി. പക്ഷെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുന്ന എനിക്ക് ഇനി ഒരു 2-ാമത്തെ മരണം, അതിന്റെ അവസാനത്തെ മരണം. ഞാൻ ഇപ്പം ഫിസിക്കലി ഞാൻ ജീവനോടിരിക്കുമ്പം ഞാൻ ഒന്നുകൂടെ മരിച്ചില്ലെങ്കിൽ എനിക്കിനി ഒരു ഫിസിക്കൽ ഡെത്ത് വരും. അതോടുകൂടി എന്റെ കഥ തീർന്നു. പിന്നെ ഞാൻ പോകുന്ന നിത്യമരണത്തിലേക്ക്. എന്നാ ഇവിടെ കരുണാസമ്പന്നനാകുന്ന ദൈവം എന്തോ ചെയ്തു? ഞാൻ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാൻ ഒക്കെയല്ലെന്ന് മനസ്സിലാക്കിയപ്പോ ലാസറെ പുറത്തു വരിക, കല്ലറകളിലുള്ളവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും ജീവിക്കുകയും ചെയ്യുമെന്ന് യേശു പറഞ്ഞതുപോലെ തന്നെ ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞതുപോലെയാണ് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്ന എന്നെ ജീവിപ്പിക്കുകയാണ്. അങ്ങനെ ആ ജീവിപ്പിക്കുന്ന പ്രോസസ്സിന്റെ ഒരു ഭാഗമാണ് എന്നെയും കൂടെ ക്രിസ്തുവിന്റെ ക്രൂശിലിട്ടു. കാരണം പാപം ചെയ്യുന്ന ദേഹി മരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മരണം എന്റേതാകുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ മരണത്തിന്റെ ആ ഫലം ഞാൻ അനുഭവിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കാരണം ക്രിസ്തുവിന്റെ മരണത്തിന് തുല്യം വെക്കാൻ വേറൊരു മരണമില്ല. ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിക്ക് തുല്യം വെക്കാൻ വേറൊരു മരണമില്ല. പിന്നെ ഞാനും ക്രിസ്തുവിൽ മരിച്ചെന്ന് പറയുമ്പോൾ ഞാനും കൂടെ എന്റെ പാപത്തിന്റെ പെനാൽറ്റി പേ ചെയ്തു എന്നുള്ള അർത്ഥമല്ല, നേരെ മറിച്ച് ക്രിസ്തു ചെയ്ത ആ പേയ്മെന്റ് ഓഫ് പെനാൽറ്റിയുടെ ബെനിഫിറ്റ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പിതാവ് ഇപ്പൊ എന്നെ നോക്കുന്നത് എന്നാണെന്നറിയാമോ? കാൽവറി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ ക്രിസ്തു ഉയർത്തപ്പെട്ടപ്പോൾ അവിടെ ഞാനും ഉണ്ടായിരുന്നു, നിങ്ങളും ഉണ്ടായിരുന്നു. ഇതാണ് ദൈവമക്കളുടെ ഐഡന്റിഫിക്കേഷൻ, ക്രിസ്തുവുമായിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ. ക്രിസ്തുവുമായിട്ടുള്ള ഏകീകരണം എന്ന് പറഞ്ഞാൽ ഇതാ. അതാ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം ഇതാ. ഡോഗ്മാസ് അല്ല നമ്മളെ രക്ഷിക്കുന്നത്, എന്തെങ്കിലും ചെയ്യുന്നതല്ല. ഒരു നഷ്ടപ്പെട്ട മൃതനായ പാപിയെ ദൈവം കരുണ തോന്നി ജീവിപ്പിക്കുന്നതാണ് വീണ്ടും ജനനം. അതുകൊണ്ടാണ് ക്രിസ്തു മാർഗത്തോട് ഏറ്റവും വിരോധിച്ചു നിന്ന ഒരുവനെ ഒരു ദിവസം കഴിയുമ്പോൾ
അവനൊരു പുതിയ മനുഷ്യനായി തീരുന്നത് എങ്ങനെ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റിസറക്ഷൻ ഫ്രം ഡെഡ്. മരണത്തിൽ നിന്നുള്ളതാകുന്ന ആ വിടുതലാണ്, ആ വീണ്ടെടുപ്പാണ് വീണ്ടും ജനനം. ഇതൊരിക്കലും മറന്നു പോകരുത്. ഇത് നമ്മൾ ചെറിഷ് ചെയ്യേണ്ട ഒരു സത്യമാണ്. ആകട്ടെ, അല്പം ചില കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ കാര്യം വ്യക്തമായി എന്ന് ഞാൻ ചിന്തിക്കുക. കാരണം ക്രിസ്തുവിനോട് കൂടെ എന്നെയും നിങ്ങളെയും ജീവിപ്പിച്ചെന്ന് പറയുമ്പോൾ എന്റെ മരണവും ക്രിസ്തു മരിച്ചതും രണ്ടും രണ്ടാ. ഞാൻ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. പക്ഷെ ക്രിസ്തു മരിച്ചത് പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിക്കുക. അപ്പൊ ആ മരണം കൂടെ, അതിന്റെ ബെനിഫിറ്റ് കൂടെ എനിക്ക് തരാൻ തക്കവണ്ണം ദൈവത്തിന് കരുണ തോന്നി. എന്നെ കൂടെ അതിനകത്ത് ക്രിസ്തുവിൽ, അതുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്തുവിൽ എന്നും അവണ്ണം തന്നെ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും. ക്രിസ്തുവിലാണ്, അല്ല ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലാണ്. ഇനിയും അപ്പോൾ ഇതാണ് ദൈവം ചെയ്തത്. ഇത് ദൈവം ചെയ്തുവെങ്കിൽ എന്തുകൊണ്ടാ ദൈവം ചെയ്തത്? അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് അതിനകത്ത് ഞാൻ ചില കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ വിശദീകരിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. പെട്ടെന്ന് വിശദീകരിക്കാം, നമ്മുടെ സമയത്തിനുള്ളിൽ ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്യാം. അതായത് ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം, കരുണാസമ്പന്നനായ ദൈവം. അപ്പം ദൈവം എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ആ സേവിങ് ഇനീഷ്യേറ്റീവിന് ദൈവത്തെ പ്രേരിപ്പിച്ച 4 കാര്യങ്ങൾ അവിടെ പറയുക. 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ കരുണ, മേഴ്സി. ഇനി വെറുതെ മേഴ്സി എന്നല്ല, റിച്ചസ് ഓഫ് ഹിസ് മേഴ്സി എന്നാ പറയുന്നത്. ആ മേഴ്സിയുടെ സമ്പന്നത, കരുണയുടെ സമ്പന്നത, റിച്ചസ് എന്ന് പറഞ്ഞാൽ അതിക്രമങ്ങളിലും പാപത്തിലും മരിച്ചു കിടക്കുന്ന എന്നോട് വെറുതെ ഒരു ദയനീയ ഭാവം തോന്നിയിട്ട് കാര്യമില്ല. ആ റിച്ചസ് ഓഫ് മേഴ്സി. ദൈവത്തിന് എന്നോട് സ്നേഹമുണ്ട്, അല്ല ഇപ്പൊ പറയാം, ഒരാൾ പറയാ എന്നോട് ഭയങ്കര സ്നേഹമാണ്, അതുകൊണ്ട് ഈ കയത്തി വേണേലും ഞാൻ നിനക്ക് വേണ്ടി ചാടാൻ ഒരുക്കുവാണെന്ന് ഒരാൾ എന്നോട് പറഞ്ഞാൽ, ആ ആള് അങ്ങനെ കയത്തി ചാടി എന്നോടുള്ള സ്നേഹം തെളിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദോഷത്വമാണ്, ഇല്ലേ? എന്നാൽ നേരെ മറിച്ച് ഞാൻ ആ കയത്തി താഴുക, ഒന്ന് താണു, പിന്നൊന്ന് ഇടയ്ക്കൊന്ന് പൊങ്ങി വന്ന് കൈ ഇങ്ങനെ ഒന്ന് കാണിച്ചു. അപ്പോഴവിടെ നിൽക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരാള് എന്താ ചെയ്യുന്നതെന്നറിയോ? ആ കയത്തിലേക്ക് ചാടുകയാണ്, അവിടെ നിന്ന് എന്നെ വലിച്ചു കയറ്റുക. ഇതാ കാൽവറി ക്രൂശിൽ കർത്താവ് ചെയ്തത്. കാൽവറി ക്രൂശിൽ കർത്താവ് ചെയ്തത് തന്നെയാണ്. വെറുതെ എന്നോട് സ്നേഹമുണ്ടെന്ന് പറയുകയല്ല, വെറുതെ ഒരു മാർട്ടയർ ആകുകയല്ല ചെയ്തത്. ഒരു മാർട്ടയർ ആകുകയല്ല കർത്താവ് ചെയ്തത്, ഒരു രക്തസാക്ഷിയാകുകയല്ല ചെയ്തത്. പിന്നെന്താ ചെയ്തത്? ആ കയത്തിലേക്ക് ചാടി വന്നു, എന്നിട്ട് എന്നെ അവിടുന്ന് പിടിച്ചു കയറ്റുക. അതിന് ഇറ്റ് ടേക്സ് നോട്ട് മിയർ മേഴ്സി ബട്ട് റിച്ചസ് ഓഫ് മേഴ്സി. അതാകുമ്പോൾ അവിടെ പറയുന്നത് കരുണാസമ്പന്നനായ ദൈവം. കരുണാസമ്പന്നനായ ദൈവം. ദൈവത്തിന്റെ അത്രയും സമ്പന്നത കരുണയ്ക്ക് വേറെ ആർക്കുമില്ല. ദൈവത്തിന്റെ കരുണ അത്ര വലുതാണ്, അത്ര അഗാധമാണ്. ആ സമ്പന്നതയെ കുറിച്ച് പൗലോസ് പറയും, കരുണാസമ്പന്നനാകുന്ന ദൈവമോ. 2, അപ്പൊ ഒന്ന്, റിച്ചസ് ഓഫ് ഗോഡ്സ് മേഴ്സി. വാട്ട് പ്രോംപ്റ്റഡ് ഗോഡ് ടു ഡു ദിസ്? അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച എന്നെ വീണ്ടെടുക്കാൻ എന്താ കാരണം? എന്നിൽ എന്തെങ്കിലും കണ്ടിട്ടെന്നാണ്? ഒന്നുമല്ല. അല്ല, ഇനി ഞാന് വേറെ പുസ്തകം പഠിപ്പിക്കുമെന്ന് കണ്ടിട്ടാണോ? അതുമല്ല, അതൊന്നും കണ്ടിട്ടൊന്നുമല്ല.
എന്നെക്കാൾ എത്ര നന്നായിട്ട് പഠിപ്പിക്കാൻ കഴിവുള്ള എത്രയോ പേര് ലോകത്തിലുണ്ട്. അതൊന്നുമല്ല കാരണം. നത്തിങ് ഇൻ മൈസെൽഫ്, എന്നിലുള്ള ഒരു കാര്യമല്ല, സകലവും ദൈവത്തില. അതാ കരുണാസമ്പന്നനായ ദൈവമോ. 2, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. ആ പദങ്ങളെല്ലാം അടിവരയിടണം. 1, കരുണാസമ്പന്നൻ. 2, വെറും സ്നേഹമല്ല, മഹാസ്നേഹം. ഗ്രേറ്റ് ലവ്. ഗ്രേറ്റ് ലവ്. ഇത് തന്നെയാണ് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്. 1 യോഹന്നാൻ 3:1 What manner of love the Father has lavished on us. അല്ലേ? അങ്ങനെ തന്നെയാ പറയുന്നത്. അതായത് ആ വാക്യം എന്താ? കാൺമീൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം, ഇത്ര വലിയ സ്നേഹം. അപ്പൊ നമ്മളെ ദൈവമക്കളാക്കണമെന്നുണ്ടെങ്കിൽ അത്ര ഇറ്റ് ടേക്സ് സച്ച് എ ഗ്രേറ്റ് ലവ്. ഗ്രേറ്റ് ലവ് എന്നാണ് ഇപ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത്ര വലിയ സ്നേഹം. അപ്പൊ 1, why God did it. എന്തിനാ ചെയ്തത്? എന്തുകൊണ്ടാണ് ദൈവം ചെയ്തത്? അതിന് കാരണം എവറിഥിങ് ഇൻ ഹിം, ദൈവത്തിലാണ് അതിന്റെ എല്ലാം കാരണം. 1, കരുണയുടെ സമ്പന്നത. 2, അവന്റെ മഹാസ്നേഹം. 3-മതായിട്ട് അതേ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അതിന്റെ തന്റെ ക്രിസ്തുയേശുവിൽ കൃപ ക്രിസ്തുയേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ. അപ്പോൾ കൈൻഡ്നസ്, വാത്സല്യം, 4 കാര്യങ്ങൾ മറക്കരുത്. 1, കരുണ. വെറും കരുണയല്ല, റിച്ചസ് ഓഫ് ഹിസ് മേഴ്സി, കരുണ സമ്പന്നത. 2, മഹാസ്നേഹം. 3, കൃപ. 4, കൈൻഡ്നസ്, വാത്സല്യം. ഈ 4 കാര്യങ്ങളുടെ ഒരു സമ്മേളനമാണ് ദൈവം എന്നെ അതിക്രമങ്ങളിലും പാപങ്ങളിൽ നിന്നും മരിച്ച അവസ്ഥയിൽ നിന്ന് വിടുവിപ്പാനായിട്ട് ദൈവത്തിൽ സമ്മേളിച്ചു. ഇനി അത് സമ്മേളിച്ചത് എപ്പോഴാണെന്നറിയാം? 1, അതിക്രമങ്ങളിലും പാപങ്ങളിലും ഒക്കെ ഞാൻ മരിച്ചു കിടക്കുകയായിരുന്നു എന്ന് മാത്രമല്ല, എനിക്ക് പിന്നെ വേറെയും കുറച്ച് ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയോ? റോമാലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 6, 8, 10 വാക്യങ്ങൾ വായിച്ച് 6-ാം വാക്യം, നാം ബലഹീനരായിരിക്കുമ്പോൾ, ഞാൻ ബലഹീനനായിരുന്നു. 2, ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. ഞാൻ ബലഹീനനായിരുന്നു, അഭക്തനായിരുന്നു, അൺഗോഡ്ലി ആയിരുന്നു. പിന്നെ അതിന്റെ 8-ാം വാക്യം, നാം പാപികളായിരുന്നു. അതിന്റെ 10-ാം വാക്യം, ശത്രുക്കളായിരിക്കുമ്പോൾ. എത്ര ദൈവത്തിന്റെ 4 നമ്മളോടുള്ളതാകുന്ന ആ താല്പര്യത്തെ നമ്മൾ വായിച്ചു. മറക്കരുത്. ദൈവത്തിന്റെ കരുണാസമ്പന്നത, ദൈവത്തിന്റെ മഹാസ്നേഹം, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ വാത്സല്യം. എന്നാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്നിൽ എന്താണ് ഉണ്ടായിരുന്നേ? ഓൾറെഡി ഞാൻ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കായിരുന്നു. അത് കൂടാതെ ഇനി ഞാൻ പറയാ, എനിക്ക് ജീവനൊക്കെ ഉണ്ടായിരുന്നു. ആ ജീവനിൽ ഞാൻ എന്താ ചെയ്തത്? ഞാൻ ബലഹീനനായിരുന്നു, ഞാൻ അഭക്തനായിരുന്നു, ഞാൻ പാപിയായിരുന്നു, ഞാൻ ദൈവത്തോട് ശത്രുവായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തക്ക സമയത്ത് മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് പൗലോസ് അവിടെ കൊണ്ട് നിർത്തുന്നില്ല. അങ്ങനെയെങ്കിൽ ആ സമയത്ത്
ദൈവത്തോട് നമ്മെ നിരപ്പിക്കാൻ ദൈവത്തിന് കരുണ തോന്നിയെങ്കിൽ നിരന്ന ശേഷം നാം എത്രയധികമായി കോപത്തിൽ നിന്നും രക്ഷപ്പെടും. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയും പറഞ്ഞ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. അടുത്ത ദിവസം നമുക്ക് ഫർദർ ചിന്തിക്കണം. അവന്റെ കൃപയുടെ, അത് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു ചിന്തയാണ്. എല്ലാവരും വരണേ പ്ലീസ്, നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. അതായത് ആ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് എന്നാ പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്നാൽ ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധാനത്തിൽ ഒന്ന് ഏകാഗ്രമാക്കാം. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ പ്രീതിവാത്സല്യങ്ങൾ, അവ എത്ര വലുതാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും ജനനം എന്നുള്ളത് നാം ദൈവത്തിന് ചെയ്യുന്ന ഒരു ഫേവറല്ല, ദൈവം നമ്മോട് കാണിക്കുന്ന വലിയ കരുണയാണെന്ന് തിരിച്ചറിയുക. അങ്ങനെയാണെങ്കിൽ പാപസംബന്ധമായിട്ടും മരിച്ചവരായ നീ ഇനി അതിൽ എങ്ങനെയാ ജീവിക്കുന്നത്? ഹൗ കാൻ ഐ ലോർഡ്? അതാണ് ഒരു ഭക്തന്റെ ഹൃദയത്തിലെ താല്പര്യം. പ്രിയപ്പെട്ടവരെ, ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.